പേസ്റ്റൽ ബീഡായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് എന്താ പറയുക, ഇതിൻ്റെ ഷേപ്പൊന്നും പറയാൻ അറിയില്ല. ഒരു കെട്ട് പോലെ ആണ് ഇത് കാണുമ്പോൾ തോന്നണത് അല്ലേ, നമ്മുടെ ഒരു കെട്ടിൻ്റെ ഒരു ഷേപ്പായിട്ടാണ് തോന്നണത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 8 എണ്ണമാണുള്ളത്. ഈ 8 പേസ്റ്റൽ ബീഡും അതുപോലെ തന്നെ വൈറ്റ് പേളും ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. എത്ര ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം ഒരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വയർ ബോ എടുത്തിട്ടുണ്ട്, പിന്നെ എൻഡ് ടാപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ ഇതിന്ന് 3 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 5 എണ്ണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എൻഡ് ടാപ്പ് ഇവിടെ ഒട്ടിക്കാം. എൻ്റെ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് പേളാണ് കേട്ടോ പുറത്ത് കൊടുക്കണത്. ഈ വൈറ്റ് പേള് ഒരു 19 എണ്ണം കോർത്തെടുക്കണം ആദ്യം. അത് നമുക്ക് കോർക്കാം. അപ്പോൾ ഞാൻ 19 വൈറ്റ് പേള് കോർത്തുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കണം. കുറേശ്ശെ തേച്ചിട്ട് ഇവിടെ അങ്ങനെ ഓരോ പേള് കോർക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് ശരിക്ക് അവിടെ ഇരിക്കില്ല, അതിങ്ങനെ ഇളകി വരും. അപ്പോൾ അത് കാരണം ഇത് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. പിന്നെ ഓരോ ബീഡ് ഇങ്ങനെ അതിലേക്ക് ആക്കി കൊടുക്കുക. ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വെച്ചെങ്കിൽ പിന്നെ പേളിങ്ങനെ ഇളകില്ല. എന്ത് ബീഡായാലും അവിടെ അങ്ങനെ ഒട്ടിയിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തേച്ച് കൊടുത്തിട്ട് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് പേളിനേക്കാളും ചെറിയ പേളാണ് കേട്ടോ എടുക്കണത്. ഇതിനേക്കാളും ചെറുതിൻ്റെ അടുത്ത സൈസ്, ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പേസ്റ്റൽ ബീഡ് കോർക്കാം. നമ്മൾ ഇതിനും ഗ്ലൂ ആക്കിയിട്ട് വേണം കേട്ടോ ഇത് ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ നീങ്ങി വരും, ശരിക്കും നിൽക്കില്ല. അപ്പോൾ ഇപ്പം അതിങ്ങനെ ഇളകണത് നോക്കണ്ട. ഇത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാലാണ് ഇതിങ്ങനെ ഇളകാണ്ട് ഇരിക്കുള്ളൂ. ഇനി 4 പേള് കോർത്ത് കൊടുക്കണം. ചെറുതില്ലേ, അതാണ് കോർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ചെറിയ വൈറ്റ് പേള് 4 എണ്ണമാണ് കോർത്ത് കൊടുക്കുന്നത്.
4 കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഒരു പേസ്റ്റൽ ബീഡ് കോർക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 4 വൈറ്റ് പേൾ തന്നെ കോർക്കുക. വീണ്ടും പേസ്റ്റൽ ബീഡ് കോർക്കുക. ഇങ്ങനെ ഇത് മുഴുവനായിട്ട് കോർത്തെടുക്കുക കേട്ടോ. ഇത് ഗ്ലൂ വെച്ചിട്ട് അപ്പോൾ വേണം കേട്ടോ, ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് വേണം കോർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൽ 5 പേസ്റ്റൽ ബീഡും നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഇതേപോലെ ബാക്കി വൈറ്റ് പേള് കോർക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാ വൈറ്റ് പേളും കോർത്തെടുക്കാം. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഹെയർ ബാൻഡ്. ഇനി നമുക്കിവിടെ ലാസ്റ്റ് 2 ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഹെയർ ബാൻഡ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. ഈറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതാണ് എടുത്തിട്ടുള്ളത്, ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതുപയോഗിച്ചിട്ട് ഞാനൊരു ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ ബ്രേസ്ലെറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വൈറ്റ് പേൾ തന്നെയാണ് കേട്ടോ അതിനെടുത്തിട്ടുള്ളത്. ഇത് സെൻറ്ററിലായിട്ട് വരുന്ന വിധത്തിലാണ് ചെയ്യണത്. ഇതിൻ്റെ 2 സൈഡിലും വൈറ്റ് പേൾ കോർക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് നീളത്തിനനുസരിച്ച് 2 സൈഡിലും വൈറ്റ് പേൾ കോർത്തെടുക്കാം. ഇത് ആവശ്യത്തിന് നീളത്തിൽ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കെട്ടിടാം. എലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ ആദ്യം ഒരു തവണ കെട്ടിട്ടതിന് ശേഷം പിന്നത്തെ കെട്ടിടുമ്പോൾ 2 തവണയായിട്ട് കെട്ട് ഇടണം കേട്ടോ. ഒന്നുകൂടി നമുക്ക് ചുറ്റിയിട്ട് 2 തവണ കെട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 എണ്ണം കൂടിയാണ് ബാക്കിയുള്ളത്, 2 ഒരേ കളറുള്ളത്. ഇത് വെച്ചിട്ട് ഒരു കമ്മലുണ്ടാക്കാം. കമ്മലിൻ്റെ ഹുക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് പേൾ എടുത്തിട്ടുണ്ട്, ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഹെഡ് പിന്നിലേക്ക് ഒരു വൈറ്റ് പേൾ പുറത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ പേൾ കോർക്കുക, വീണ്ടും ഒരു വൈറ്റ് പേൾ കോർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് വളച്ചിട്ട് ഹുക്ക് പോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഈ കമ്മലിൻ്റെ കുളത്ത് കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് കേട്ടോ കമ്മൽ. ഇനി അടുത്തതും കൂടെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ.
അങ്ങനെ 2 കമ്മലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെല്ലാം ഐറ്റംസാണ് ഉണ്ടാക്കിയത് അല്ലേ? ഹെയർ ബാൻഡ് ഉണ്ടാക്കി, കമ്മലുണ്ടാക്കി, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി. ഇത്രയും കുറച്ച് പേസ്റ്റൽ ബീഡും അതുപോലെ വൈറ്റ് പേളും അങ്ങനെ ഈ 2 ഐറ്റം മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാതും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണം.